ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി പാപമോചിനി ഏകാദശി 2025 മാർച്ച് മാസം 26 കഴിഞ്ഞ ദിവസം വിശദമായ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് മാർച്ച് 25 രാവിലെ വെളുപ്പിന് 5:05 മുതൽ മാർച്ച് 26 വെളുപ്പിന് 3:45 വരെയാണ്. വൈഷ്ണവ സമ്പ്രദായമനുസരിച്ചിട്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശിയായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം 26 ബുധനാഴ്ചയാണ് പാപമോചിനി ഏകാദശി. 26 ഏകാദശിയായി ആചരിക്കുന്നവരെല്ലാവരും തന്നെ 27 പാരണ വീടേണ്ടുന്നത്. പാരണാസമയം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ഏകാദശിയുടെ വ്രതകഥയും ഹരിവാസര സമയവും പറയുന്നതാണ്. ഏകാദശി ദിവസം വ്രതകഥ നമ്മൾ കേട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണാസമയത്തും വ്രതകഥ പറഞ്ഞ് അതല്ലെങ്കിൽ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നതും വ്രതകഥ വായിക്കുന്നതുമൊക്കെ തന്നെ വളരെ വിശേഷമാണ്. അതായത് വ്രതകഥ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ ഏകാദശിക്കും ഓരോ കഥകളാണ് ഉള്ളത്. ഒരിക്കൽ യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, പാപമോചിനി ഏകാദശിയുടെ കഥ പറഞ്ഞു തരിക. അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ പാപമോചിനി ഏകാദശി എടുക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഒരിക്കൽ ചോദിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പാപമോചിനി ഏകാദശിയായി ആചരിക്കുന്നത്. പണ്ട് ലോമാഷ് എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിയോട് മാന്ധാതാവ് എന്ന രാജാവാണ് ചോദിക്കുന്നത്, അല്ലയോ മഹാമുനി, ഒരു വ്യക്തിയുടെ പാപങ്ങൾ എങ്ങനെ നശിപ്പിക്കുവാൻ പറ്റും? ഒരു വ്യക്തിയുടെ പാപങ്ങൾ നശിപ്പിക്കുന്നതിന് ഏറ്റവും ലളിതമായ ഒരു മാർഗം പറഞ്ഞു തരാമോ എന്ന് മാന്ധാതാവ് എന്ന രാജാവ് ലോമാഷ് മഹർഷിയോട് ചോദിച്ചു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്നിട്ട് ഭഗവാനെ, ആ മുനി എന്താണ് ആ രാജാവിനോട് പറഞ്ഞു കൊടുത്തത്? അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. അത് ഇപ്രകാരമാണ്. പുരാതന കാലത്ത് ചൈത്രരഥം എന്ന ഒരു വനം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം അപ്സരസുകൾ കിന്നരങ്ങളോടുകൂടി ചുറ്റി നടന്ന് സഞ്ചരിച്ച് പാട്ടും നൃത്തവുമൊക്കെയായി ആനന്ദിച്ചിരുന്നു. ആ വനത്തിലെപ്പോഴും വസന്തമായിരുന്നു, ഉത്സവമായിരുന്നു. ചില സമയങ്ങളിൽ ആ വനത്തിൽ ഗന്ധർവ കന്യകമാരും വരുമായിരുന്നു, ദേവേന്ദ്രൻ വരുമായിരുന്നു. എല്ലാവരും കൂടി ആ വനത്തിൽ സമ്മേളിച്ചിരുന്നു, രസിച്ചിരുന്നു. ആ കാട്ടിൽ മേധാവി എന്ന ഒരു മുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ആ മുനി വലിയ ഒരു ശിവഭക്തനായിരുന്നു. ആ സമയത്ത് അവിടെ മഞ്ജുഘോഷ എന്ന ഒരു അപ്സരസ് ഉണ്ടായിരുന്നു. ഈ അപ്സരസ് ഈ മുനിയെ ശ്രദ്ധിച്ചു. അതീവ സൗന്ദര്യമുള്ള ആ മുനിയെ മോഹിപ്പിക്കാനായിട്ട് ഈ അപ്സരസ് ശ്രമിക്കുകയാണ്. ആ അപ്സരസ് കാമദേവൻ്റെ സഹായം തേടുന്നു. കാമദേവൻ വീണ വായിക്കുന്നു, പാട്ടുപാടുന്നു, മഹർഷിയെ മോഹിപ്പിക്കുന്നു. അങ്ങനെ മഹർഷി കാമദേവൻ്റെ നിയന്ത്രണത്തിലാവുകയും അപ്സരസ് മഹർഷിയുടെ അടുക്കൽ എത്തിച്ചേരുകയും കാമത്താൽ ബന്ധിതരായ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് കാമകേളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പകലും രാത്രിയും ഒന്നും പോയത് അറിയാതെ അവർ തമ്മിൽ സന്തോഷിച്ചുകൊണ്ട് വളരെ കാലം കഴിഞ്ഞു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ അപ്സരസ് മുനിയോട് പറയുകയാണ്, വളരെ കാലമായി നമ്മളിങ്ങനെ ഇവിടെ ജീവിക്കുന്നു, ഉടൻ തന്നെ എനിക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ മുനി സമ്മതിച്ചില്ല.
മുനി പറയുകയാണ്, ഒരു പകലല്ലേ ആയുള്ളൂ. കാരണം മുനിക്ക് അത്രയും ഒരു പകലായതായിട്ടേ മുനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അത്രത്തോളം രസിച്ചിരുന്നു. ഇപ്പോഴേ പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ മുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഇവർ തമ്മിൽ കാമകേളികളിൽ ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അപ്സരസ് മുനിയോട് പറയുകയാണ്, എനിക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് പോകണം. അങ്ങനെ ആ സമയമായപ്പോഴേക്കും 57 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അങ്ങനെ അപ്സരസിൻ്റെ നിർബന്ധപ്രകാരം മുനിക്ക് തിരിച്ചറിവുണ്ടാവുകയും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ സമയമാണ് മഹർഷിക്ക് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു ചിന്ത ഉണ്ടാകുന്നത്. ഈ അപ്സരസാണ് തന്നെ മോഹിപ്പിച്ചതെന്നും തൻ്റെ തപസ്സിന് ഭംഗം വരുത്തിയതെന്നും ചിന്തിച്ചുകൊണ്ട് ഈ മുനി ഈ അപ്സരസിനെ ശപിക്കുകയാണ്. എന്താണ് ശപിച്ചത്? നീ പിശാചായി പോകട്ടെ, ഭൂമിയിൽ പോയി ജീവിക്കട്ടെ എന്നാണ് ശപിക്കുന്നത്. അപ്പോൾ ഈ അപ്സരസ് തൊഴുതുകൊണ്ട് മഹർഷിയോട് പറയുകയാണ്, എല്ലാവരും പറയും മഹർഷേ, ഒരു മഹർഷിയുടെ കൂടെ ജീവിച്ചതിന് നിനക്ക് കിട്ടിയത് ഇതാണ് എന്ന് എല്ലാവരും പറയും. അത് അങ്ങേക്ക് നാണക്കേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുനി വീണ്ടും ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, എനിക്ക് ഇതിനൊരു മാർഗം, ഈ പാപത്തിൽ നിന്നും ഈ ശാപത്തിൽ നിന്നും ഒരു മോചനം എനിക്ക് നൽകണം എന്ന് അപ്സരസ് വീണ്ടും മഹർഷിയോട് അപേക്ഷിച്ചപ്പോൾ മഹർഷി ഏകാദശി വ്രതം എടുക്കുന്നതിനായി അപ്സരസിനോട് പറയുകയും അങ്ങനെ പിശാച് രൂപത്തിൽ ജീവിച്ചിരുന്ന ആ അപ്സരസ് ഏകാദശി വ്രതം എടുക്കുകയും പാപമോചിനി ഏകാദശി എടുക്കുകയും അപ്സരസിൻ്റെ പാപങ്ങളെല്ലാം നശിക്കുകയും അപ്സരസ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. പക്ഷേ ഈ മഹാമുനിക്ക് വളരെയധികം വിഷമം തോന്നുകയും താനും തെറ്റു ചെയ്തു പോയല്ലോ എന്ന് ചിന്തിക്കുകയും അപ്സരസ് മാത്രമല്ലല്ലോ തെറ്റു ചെയ്തത്, ഈ തെറ്റിൽ താനും തുല്യ പങ്കാളിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ മുനി അച്ഛനായ ച്യവന മഹർഷിയെ കാണുന്നതിനായി പോകുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്തു ചെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മകനെ, നീയും തെറ്റു ചെയ്തിരിക്കുന്നു, അതുമൂലം നിന്റെ തപസ്സിന് കളങ്കം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും മകനെ ഇത് തന്നെയാണ് ഉപദേശിക്കുന്നത്. പാപങ്ങൾ തീർന്ന് മോക്ഷം ലഭിക്കുന്നതിന് ഒരേ ഒരു മാർഗം മാത്രമേയുള്ളൂ, അത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ആ ഏകാദശി അനുഷ്ഠിച്ചോളൂ വിധിയാവണ്ണം. ഉപവസിച്ച് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് നാരായണ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിന്റെ പാപങ്ങളെല്ലാം അകലും എന്ന് പറയുകയും അങ്ങനെ ആ മുനിയും ഏകാദശി വ്രതം പാപമോചിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും മുനിയുടെ പാപങ്ങളെല്ലാം നശിച്ചു എന്നുമാണ് വ്രതകഥ പറയുന്നത്. ഇതാണ് പാപമോചിനി ഏകാദശിയുടെ വ്രതകഥ. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ കഥ ഏകാദശി ദിവസം നിങ്ങളെല്ലാവരും കേൾക്കുക. അതുപോലെ തന്നെ പാരണാസമയത്തും ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്ത് നിങ്ങളുടെ പാപങ്ങളെല്ലാം തന്നെ നാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തവണത്തെ ഏകാദശി തിഥി വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നും കൂടെ പറയാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 മാർച്ച് മാസം വെളുപ്പിനെ 5 മുതൽ 2025 മാർച്ച് മാസം 26-ാം തീയതി 3:45 AM വെളുപ്പിന് വരെയാണ്. അപ്പോൾ വെളുപ്പിനെ 3:45 കഴിയുമ്പോൾ മുതൽ മഹാദ്വാദശിയാണ്. ഇവിടെ കേരളത്തിൽ 26-ാം തീയതിയാണ് ഏകാദശിയായി ആചരിക്കുന്നത്, 27-ാം തീയതി പാരണയാണ്. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും തന്നെയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഡേറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. ആദ്യം ഞാൻ ഏകാദശി 26-ാം തീയതി
ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏകാദശി എടുക്കുന്നതെന്നും 27-ാം തീയതി ഏതൊക്കെ സ്ഥലങ്ങളിൽ പാരണ വീടണം എന്നും ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതായത് 26 ഏകാദശി ബുധനാഴ്ച, 27 വ്യാഴാഴ്ച പാരണ. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. 1. കേരളം. കേരളത്തിൽ 27-ാം തീയതി രാവിലെ 6:23 മുതൽ 10:26 വരെയാണ് പാരണ വീടേണ്ടുന്ന സമയം. തമിഴ്നാട് 6:08 മുതൽ 10:12 വരെ. കർണാടക 6:19 മുതൽ 10:23 വരെ. ആന്ധ്രാപ്രദേശ് 6:12 മുതൽ 10:16 വരെ. തെലുങ്കാന 6:15 മുതൽ 10:19 വരെ. ഗോവ 6:34 മുതൽ 10:38 വരെ. മഹാരാഷ്ട്ര 6:37 മുതൽ 10:41 വരെ. ഒറീസ 5:45 മുതൽ 9:50 വരെ. മധ്യപ്രദേശ് 6:18 മുതൽ 10:23 വരെ. രാജസ്ഥാൻ 6:23 മുതൽ 10:29 വരെ. ഹരിയാന 6:17 മുതൽ 10:23 വരെ. പഞ്ചാബ് 6:25 മുതൽ 10:32 വരെ. ഗുജറാത്ത് 9:14 മുതൽ 10:53 വരെ. ഛത്തീസ്ഗഡ് 6 മണി മുതൽ 10:05 വരെ. കാശ്മീർ 6:25 മുതൽ 10:33 വരെ. ലക്നൗ 6:03 മുതൽ 10:09 വരെ. ഡൽഹി 6:17 മുതൽ 10:23 വരെ. ജാർഖണ്ഡ് 5:46 മുതൽ 9:51 വരെ. ആസാം 5:19 മുതൽ 9:25 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:19 മുതൽ 9:23 വരെ. ഇനി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലും 26-ാം തീയതി ഏകാദശി, 27 പാരണ. 27-ാം തീയതി രാവിലെ 7 മണി മുതൽ 7:12 വരെയാണ് പാരണാസമയം. സിംഗപ്പൂര് 7:06 മുതൽ 11:09 വരെ. ന്യൂസിലാൻഡ് 7:31 മുതൽ 9:12 വരെ. മാലിദ്വീപ്സ് 6:07 മുതൽ 10:10 വരെ. ചൈന 5:51 മുതൽ 9:59 വരെ. ജപ്പാൻ 5:35 മുതൽ 9:43 വരെ. മലേഷ്യ 7:15 മുതൽ 11:17 വരെ. പോണ്ടിച്ചേരി 6:10 മുതൽ 10:14 വരെ. ഇനി 25-ാം തീയതി ഏകാദശിയായി ആചരിക്കുന്ന സ്ഥലങ്ങളും 26-ാം തീയതി പാരണ വീടേണ്ടുന്നതുമായ സ്ഥലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇനി പറയുന്ന സ്ഥലങ്ങൾ 25 ഏകാദശി, 26 പാരണ. കുവൈറ്റ് 26-ാം തീയതി രാവിലെ 6:44 മുതൽ 9:51 വരെ. ദുബായ് 7:44 മുതൽ 10:22 വരെ. ദോഹ 6:44 മുതൽ 9:37 വരെ. ബഹ്റിൻ 6:44 മുതൽ 9:41 വരെ. സൗദി അറേബ്യ 6:44 മുതൽ 9:56 വരെ. ഷാർജ 7:44 മുതൽ 10:21 വരെ. അബുദാബി 7:44 മുതൽ 10:26 വരെ. ഒമാൻ 7:44 മുതൽ 10:10 വരെ. UK 5:49 മുതൽ 10:01 വരെ. അർമേനിയ 7:44 മുതൽ 11:04 വരെ. ജർമ്മനി 5:55 മുതൽ 10:06 വരെ. ഡെൻമാർക്ക് 5:56 മുതൽ 10:09 വരെ. ലിബിയ 7:03 മുതൽ 11:10 വരെ. നൈജീരിയ 6:31 മുതൽ 10:34 വരെ. സ്വീഡൻ 5:31 മുതൽ 9:46 വരെ. ഇറ്റലി 6:03 മുതൽ 10:12 വരെ. അമേരിക്ക 7:02 മുതൽ 11:10 വരെ. ജോർദാൻ 6:44 മുതൽ 10:39 വരെ. സാംബിയ 6:12 മുതൽ 10:12 വരെ. കാനഡ 6:54 മുതൽ 11:04 വരെ. ഇസ്രായേൽ 5:44 മുതൽ 9:42 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 7:02 മുതൽ 11:13 വരെ. കാനഡ 6:54 മുതൽ 11:04 വരെ. സൗത്ത് ആഫ്രിക്ക 6:54 മുതൽ 10:52 വരെ. റഷ്യ 6:44 മുതൽ 10:29 വരെ.
അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായി ഏകാദശിയുടെ പാരണാ സമയങ്ങൾ പറയുന്നത്. ദിവസങ്ങളുടെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കൊള്ളുക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ 25-ാം തീയതിയാണ് ഏകാദശി, 26-നാണ് പാരണ. പക്ഷേ ഇന്ത്യയിൽ വ്യത്യാസമുണ്ട്. ഏകാദശി തിഥിയുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്ന സമയം ഏറ്റവും ഉത്തമമായ സമയമാണ്. ഭഗവാൻ ശ്രീഹരിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സമയമാണ് എന്നാണ് പറയുന്നത്. ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഹരിവാസര സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹരിവാസര സമയം 25-ാം തീയതി രാത്രി 10:05 മുതൽ തുടങ്ങും. 26-ാം തീയതി രാവിലെ 9:15 വരെയാണ് ഹരിവാസര സമയം. ഈ സമയത്ത് പരമാവധി സമയം നാരായണ നാമം ജപിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഏകാദശിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഏകാദശിക്ക് നമ്മൾ എന്തു ഭക്ഷണം കഴിച്ചാലും അതെല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായിട്ട് വേണം നമ്മൾ ഭക്ഷിക്കേണ്ടുന്നതായിട്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഏകാദശി പുഴുക്കുണ്ടാക്കുന്നു. നമ്മൾ പുഴുക്കുണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ ഒരു പ്രസാദമായി വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം അത് ബാക്കിയുള്ള പുഴുക്കിനകത്തേക്ക് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. പാലും പഴങ്ങളും ഒക്കെ തന്നെയാണെങ്കിലും കുറച്ചെടുത്ത് രാവിലെ ഒന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാം. എപ്പോൾ കഴിക്കുമ്പോഴും അതങ്ങനെ വേണമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ പഴമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിൽ 1-2 പഴങ്ങൾ എടുത്ത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഓരോ സമയമായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ആഹാരമാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തുളസി ഇലകൾ ഉണ്ടെങ്കിൽ തുളസി ഇലകൾ കൂടി ചേർത്ത് ഭഗവാന് സമർപ്പിക്കുക. ഏകാദശി ദിവസങ്ങളിലും മഹാദ്വാദശി ദിവസങ്ങളിലും തുളസി ഇലകൾ പറിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം തുളസീദേവിയും ഏകാദശി വ്രതത്തിലായിരിക്കും. അതുകൊണ്ട് ദേവിയെ ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഏകാദശിയെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. കേൾക്കാത്ത ആളുകൾ എല്ലാവരും തന്നെ അത് കേൾക്കണം. പാരണാ സമയവും ഏകാദശി വ്രത ദിവസവും മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. നാരായണ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ഒരു ബലം കിട്ടും. നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അങ്ങനെ നമുക്ക് ആ തോന്നൽ ഉണ്ടാകുമ്പോൾ ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാലും ആരിൽ നിന്നൊക്കെ നമുക്ക് ദോഷപ്പെട്ട അല്ലെങ്കിൽ ചീത്തയായ അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്, അത് മതി എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് നാരായണ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. കാരണം ഈ ലോകത്ത് എന്തൊക്കെയുണ്ടായാലും ഈശ്വരൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്കതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നറിയുക. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുമാത്രം മതി നമുക്ക് മുമ്പോട്ട് ജീവിക്കാനെന്നും കൂടി നിങ്ങൾ തിരിച്ചറിയുക. നാരായണ നാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.